ട്രെയിനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ആവർത്തിച്ചു വരുന്ന അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷ ശക്തമാക്കി RPFും റെയിൽവേ പോലീസും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വ്യാപക പരിശോധന ആരംഭിച്ചു. മദ്യപിച്ച് യാത്ര ചെയ്യുന്നവരെ കണ്ടെത്താൻ ബ്രത്ത് അനലൈസർ ഉപയോഗിച്ചാണ് പരിശോധന. ട്രെയിനിനുള്ളിലും റെയിൽവേ സ്റ്റേഷനകത്തും അതിക്രമങ്ങൾ പതിവാകുന്ന പശ്ചാത്തലത്തിലാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇത്ര ഒരു സ്പെഷ്യൽ ഡ്രൈവ് RPFിൻ്റെയും കേരള റെയിൽവേ പോലീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതായത് വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ചും ട്രെയിനിൽ കയറുന്ന ആളുകളെ പരിശോധിക്കും. പ്രത്യേകിച്ചും ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധന നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം. അങ്ങനെ പരിശോധന നടത്തി ആരെങ്കിലും മദ്യപിച്ചിട്ടുണ്ടോ എന്ന് കണ്ടാൽ അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് അറിയിക്കുന്നത്. യാത്രക്കാരുടെ സുരക്ഷ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്നത്തെ ഈ ഡ്രൈവ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. അടുത്ത വരും ദിവസങ്ങളിൽ നമ്മൾ കുറച്ചും കൂടി ഊർജ്ജസ്വലരായി കൂടുതൽ ആൾക്കാർ സ്റ്റാഫിനെ ഉപയോഗിച്ചുകൊണ്ട് ഇനിയും സജീവമായി ഈ ഡ്രൈവ് തുടരുന്നതായിരിക്കും. എല്ലാ പ്ലാറ്റ്ഫോമിലും വൈകുന്നേര സമയങ്ങളിലും അതുപോലെ രാത്രി ഇവിടുന്ന് പുറപ്പെടുന്ന ട്രെയിനുകളിലും ആരെങ്കിലും മദ്യപിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ നോയിസൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പരിശോധന പൂർത്തിയാക്കി അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഉദ്ദേശം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചിലർ മദ്യപിച്ച് അവശരായ നിലയിലാണ് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരുടെ ടിക്കറ്റ് അടക്കം റദ്ദാക്കാനുള്ള തീരുമാനവും ഉണ്ട്. അങ്ങനെ അത്തരം കർശന നടപടിയിലേക്ക് പോകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ RPF ഉദ്യോഗസ്ഥന് യാത്രക്കാരൻ്റെ ഭാഗത്തു നിന്നുള്ള മർദ്ദനമുണ്ടായി. ഒപ്പം തന്നെ നമുക്കറിയാം, തിരുവനന്തപുരത്ത് സമാനമായ ഒരു ട്രെയിനിൽ നിന്നും ഒരു സ്ത്രീയെ മദ്യപൻ തള്ളി താഴേക്കിടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് പരിശോധന കർശനമാക്കുന്നത്. അങ്ങനെ വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന ഉണ്ടാകും എന്നും റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും ഷാജി ചന്ദ്രയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.